അവിടുന്ന് കയറി വന്നിട്ടേ കിതക്കിയ. ഞങ്ങള് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വണ്ടി എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ദിവസമായി തബ്ബാബായുടെ വീട്ടിലെ ഭക്ഷണവും ഹോട്ടലിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയതാണ്. ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ ബുജിലാണ്. ആക്ച്വലി ബുജിന്ന് വിട്ടു. ഇന്നലെ വന്നതാണ് ബുജില്. ഇന്നലെ വന്ന് കുറച്ച് ആർട്ടിസൻസിന്റെ അടുത്തൊക്കെ പോയി നമ്മൾ ഈ പ്രിന്റിങ് ചെയ്യുന്നൊക്കെ കണ്ടു, വീഡിയോ എടുത്തു. പക്ഷെ രാത്രി ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ പല ഫയലും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ കുറേ നേരം അതിൻ്റെ പുറത്തിരുന്നു. എന്ത് ചെയ്ത ഫയല് ഓപ്പൺ ആവുന്നില്ല. ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, ആള് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള മാർഗ്ഗമൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യാൻ പറ്റാന്ന്. അപ്പോൾ ഇന്നലെ എഡിറ്റിംഗ് നടന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കത് ബുജിന്ന് ഞങ്ങൾ 10 ലക്ഷമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക, ചിലപ്പോൾ അത് വർക്ക് ആവുകയാണെങ്കിൽ. അപ്പോൾ 10 എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഗുജറാത്തിൽ തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ്, എവിടേക്കാണ്, അവിടെ എന്താ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടെൻ പിൻ സ്റ്റോറീസ്. പത്തൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റെപ്പ് വെല്ലുണ്ട്. പണ്ട് റാണിമാർക്കൊക്കെ കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കിണറാണ് ആക്ച്വലി. പക്ഷെ ഭയങ്കര സംഭവമാണെന്നാണ് പറയണത്. അപ്പൊ ഈ പത്തനില് റാണിക്ക് വാവ് കാണാനാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ മെയിൻ അജണ്ട ഇന്നത്തെ. പക്ഷെ ഇപ്പൊ തന്നെ ഉച്ചയായി. അവിടെ എത്തുമ്പോൾ എന്ത് നേരമാവും, അവിടെ കാണാൻ പറ്റുമോ, എൻട്രി ഉണ്ടോ ആ സമയത്തൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ആക്ച്വലി നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഉദയ്പൂര് പോവാന്നാണ് അവിടുന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് അതെ, അതുകൊണ്ട് ഡിസൈഡ് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് പ്ലാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഭുജിലേക്ക് വന്ന അതേ ഹൈവേ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ കാഴ്ചകളൊക്കെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു മ്യൂസിക് ഇട്ട് അങ്ങനെ പതുക്കെ പഠിച്ചാലോ? Let's leave the past behind. Walk with me. There's something else we need to find. Say you'll go. കൊറേ ചെറിയ കടകളിൽ തൈര് കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ എവിടെയും തൈര് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി തൈര് വാങ്ങാൻ നിർത്തിയേക്കാണ്. നമുക്ക് തൈരും ചോറും കറിയും കൂട്ടി കഴിക്കാലോ എന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു ചെറിയ പാത്രം കൊണ്ടുപോയിട്ടാണ് കേട്ടോ തൈര് വാങ്ങണേ. എത്ര രൂപ ഈ പാത്രത്തിന്? 20 രൂപ. ഇത്രയായിട്ടുള്ളൂ. പാത്രം നിറച്ച് തന്നിട്ടുണ്ട്. ഫുൾ നിറച്ചേക്കാ. ആണോ? പോവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പൊ അവിടെ ഞാൻ അടച്ചപ്പോ തന്നെ ഓവർഫ്ലോ ആയി. തൈര് കിട്ടി. ഇനി ഏറ്റവും വലിയ പണി തണലുള്ള ഒരു സ്ഥലം കിട്ടണം. എന്നാലാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫുൾ ഓപ്പൺ ഏരിയ ആയണ്ടേ, മുൾച്ചെടികൾ മാത്രമേ കാണുന്നുള്ളൂ ചുറ്റും. വലിയ വലിയ മരങ്ങളൊന്നും ഇല്ല. വലിയ മരം ഇല്ലെങ്കിലും ചെറിയൊരു തണല് കിട്ടിയാൽ മതി. ഞാൻ കയ്യിൽ തോർത്തിട്ടേക്കണ മുണ്ടക്കൽ ശേഖരന്റെ പോലെ ഇല്ലേ, വെയിലടിച്ചിട്ടാ. നീലാ വെയിലടിക്കണോടാ, ഭയങ്കരമായിട്ട് ചൂടെടുക്കുക, ഭയങ്കര കുത്തല്. ഇപ്പൊ വണ്ടി എൻഎച്ചില് പോകുമ്പോ ഈ സൈഡിൽ നിന്ന് വെയിലെടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇട്ടേക്കണ കേട്ടോ തോർത്ത്. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ തോർത്ത് ഉണങ്ങും, എന്റെ മേത്ത് വെയിൽ പിടിക്കില്ല. മാർബിളിന്റെ വലിയൊരു കഷ്ണമാണ് കൊണ്ടുവന്നത് കേട്ടോ. ഒന്നല്ല, 2 എണ്ണം ഉണ്ട്. സ്ലൈസ് ചെയ്തൊന്നല്ല, ഒരൊറ്റ വലിയൊരു ക്യൂബാണ്. എന്ത് വെയിറ്റ് ആയിരിക്കില്ല അതിന്. വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി. ഇവിടെ ഒരു വേപ്പിന്റെ മരം ഉണ്ട്, അതിന്റെ അടിയിൽ കുറച്ച് സ്ഥലമുണ്ട്. കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവര് എന്തോ കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മുൾക്കമ്പിയൊന്നും ഇല്ല, അതിന്റെ പോള് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് ഉണ്ടാക്കാന്ന് വിചാരിക്കാം. ഹൈവേയുടെ തൊട്ട് സൈഡിലാണ് ഹൈവേ. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ്.
ഇന്ന് ലഞ്ചിന് ചോറും ചെറുപയർ കൂട്ടാനാണ്, ഒപ്പം തൈരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഹരിയുടെ ഡ്യൂട്ടിയാണ്. നമ്മളൊരു പച്ചക്കറി അവിടുന്ന് ബുജ്ജിന്ന് വാങ്ങിയതാണേ. പച്ചമുളകിന്റെ വലിപ്പം കണ്ടോ? എന്റെ മുഖത്തിന്റെ വലിപ്പമുണ്ട് പച്ചമുളകിന് കണ്ടോ? ഇവിടുത്തെ മുളകിന് വലിപ്പം മാത്രമേ ഉള്ളൂ, എരിവില്ല. അതുകൊണ്ടാണ് ഇത്ര എടുക്കണേ. തോരൻ അരിയണ പോലെ കേട്ടോ മുളക് അരിയണേ, എരിവില്ലാത്തോണ്ടേ. കാറ്റ് തന്നെ വിസിൽ വരുന്നില്ല, ചോറിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വിസിൽ വരുന്ന സമയം കഴിഞ്ഞു, പക്ഷെ ഒരു സൈഡിലേക്ക് കാറ്റുള്ളതുകൊണ്ടേ ഇത്തിരി കുറവാ, പതുക്കെയാണ്. ചോറ് റെഡി. ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ചു നേരം ഞാനതൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളയിലേക്ക് ഒഴിക്കട്ടെ? നല്ല വെള്ളമല്ലേ? നല്ല വെള്ളം. ചെറുപയറേ വെന്തുകൊണ്ടിരിക്കുന്നു. തൈരുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ ഇത് വെന്ത് വേണ്ടത്, നമുക്ക് ആ സബോളയും മുളകും ഒക്കെ ഇതാക്കി വെച്ചൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർക്കണം. ഇതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അച്ചാറുണ്ട്, തൈരുണ്ട്, സെറ്റ്. നമ്മളിപ്പോൾ ഈ പാചകം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് അവിടെ ഒരു ഇഷ്ടികക്കളം ഉണ്ട് കേട്ടോ. ഭയങ്കര വലുതാണ്. കളിമണ്ണൊക്കെ കുഴച്ച് അവർ ഇഷ്ടിക ഉണ്ടാക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്കിത് കഴിഞ്ഞ് വന്ന് അങ്ങോട്ട് പോവാം. ചെറുപയർ വെന്തപ്പോൾ തീരെ വെള്ളമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതങ്ങനെ തോരനാക്കിയാലോന്ന് അല്ലേ. അപ്പൊ ഇനി ചോറും തൈരും തോരനും, ചെറുപയറിന് തോരനാക്കിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങൾ കഴിക്കാം. ആ വണ്ടിയുടെ ടയർ പഞ്ചറായിരിക്കുകയാണ് ബാക്കിലത്തെ, എന്നിട്ടാണ് ആളെ ഓടിച്ചോണ്ട് പോണേ. ഞങ്ങളുടെ ഡസ്റ്റ്ബിനാട്ടോ അത്. നമ്മളെവിടെ വെച്ചിട്ട് വാങ്ങിയത്? എവിടെയോ കർണാടകയിൽ വെച്ചിട്ട് വാങ്ങിയതാട്ടോ, പ്രിങ്കിൾസ്. അപ്പോൾ അതിൻ്റെ അത് ഞങ്ങൾ ഡസ്റ്റ്ബിനാക്കി. ഇതിൻ്റെ അകത്താണ് ഞങ്ങളുടെ വേസ്റ്റ് ഒക്കെ. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്, അവിടെ വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പ്ലാസ്റ്റിക്, തീപ്പെട്ടി, ടിഷ്യൂ പേപ്പർ എല്ലാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഒരു മാംഗോ ബൈറ്റും കഴിച്ചു. ഇനി നമുക്ക് ബാക്കിലുള്ള ആ ഇഷ്ടകളത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് കുറച്ച് തന്നെ നടക്കാൻ, അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുത്തിട്ടൊന്ന് യൂ ടേൺ എടുത്ത് വരാമെന്ന് വിചാരിച്ചിരിക്കാം. മര്യാദയ്ക്ക് പുറകിലേക്ക് നടന്നാൽ മതിയായിരുന്നു. അതിന് വരെ വണ്ടി എടുത്ത് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയി ചുറ്റാൻ തുടങ്ങിയിട്ട്, അങ്ങനെ പോകാൻ വേണ്ടി മാത്രം. ഇപ്പോൾ വന്ന് നമുക്കൊരു യൂ ടേൺ എടുക്കാൻ ഒരു ഫ്ലൈ ഓവർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് യൂ ടേൺ എടുത്ത് തിരിച്ചങ്ങോട്ട് പോവാം. ഐഡിയ തന്നെയാണ്, എൻ്റെ തന്നെയാണ്. ഞങ്ങൾ ഐഫോണിലെ ചാർജ് തീർന്നു പോയി. ഇപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ചാർജ് തീർന്നു. GoProയിലും ചാർജില്ല, 2 ബാറ്ററിയിലും ചാർജില്ല. അപ്പോൾ അതും വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇറങ്ങണത്. ഒരു ബാറ്ററിയിൽ ഇത്തിരി ചാർജ് ഉള്ളൂ. കാല് ഫുൾ ഇങ്ങനെ കട്ടയ്ക്ക് പൊടിയായിട്ടിരിക്കുക കേട്ടോ, നിറച്ച് പൊടി കാരണം വേണം, ഫുൾ പൊടിയാതെ.
വെച്ചേക്കാണ്. അവിടെ കുറെ പേര് നിന്നിട്ട് ഉണങ്ങിയ ഇഷ്ടികളൊക്കെ അടക്കി വെക്കുന്നുണ്ട്. കുറെ ചെറിയ പിള്ളേരുണ്ട്, കുറെ ലേഡീസും കുറെ ജെന്റ്സും എല്ലാരും കൂടിയിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. തന്നത്തെ സിഗ്നലൊക്കെ ഇട്ട് ഒരാൾ തിരിച്ചകത്തേക്ക് കയറ്റി. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ഈ വഴി പോകുമ്പോൾ ഈ ഹോണസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാൻഡ്, അത് ഈ ഹോട്ടലോ ബേക്കറി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു സമോസ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നല്ല, വേറെ സ്ഥലത്ത് നിന്ന്. ആ സമോസയുടെ ഇത് മൈൻഡിൽ പോയതാ. ഇതാണ് വണ്ടി ഓടിക്കുമ്പോഴുള്ള ഗുണം. പോയതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങി, സമോസ ഇല്ല. പക്ഷെ ഭയങ്കര വലിയ സ്ഥലം കേട്ടോ. ഇവിടെ എന്താ ഇത്രയും ഏരിയ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇല്ല. ഇവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ AC ഹാൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ സമോസ ഇല്ല. ബാത്റൂം ഉണ്ട്, പോണ്ടോ? ഇവിടെ വാഷ്റൂം ഉണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ആയിട്ട് വേറെ വേറെ. പത്തനെത്താൻ ഇനി ഏകദേശം 1.25 മണിക്കൂറുണ്ട്. നമുക്ക് ഇനി 70-80 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഓൺ ദ വേ നല്ല പമ്പ എന്തെങ്കിലും കണ്ടാൽ ഇവിടെ കിടക്കും. കാരണം നമുക്ക് പത്തനംതിട്ട പോകേണ്ടത്, നമുക്ക് റാണിക്ക് വാവാണ് പോകേണ്ടത്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും അടച്ചിട്ടുണ്ടാവും, 5 മണിക്ക് അടയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിടക്കാം, അല്ലെങ്കിൽ പത്തൻ പോയിട്ട് അവിടെ കിടക്കാം. ലക്ഷ്മിയുടെ കണ്ണുകൾ മൊത്തം ഓണസ്റ്റ് ബേക്കറിയാണ്. ഈ ഒരു 18 കിലോമീറ്ററിൽ ഒരു ഓണസ്റ്റ് ബേക്കറി കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിക്കണം. ഇന്ന് സമോസ കഴിച്ചിട്ടേ അടങ്ങും. സമോസ കിട്ടി, ബാക്കി 3 ഉണ്ട്. 2 പറഞ്ഞു. പത്തനിലേക്കുള്ളൊരു ഡീവിയേഷൻ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് വന്നു. ഞങ്ങളതൊരു ഹൈവേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് ഡീവിയേഷൻ എടുത്തത്. പക്ഷെ ഇത് മൊത്തം ഒരു പക്ക ഒരു വില്ലേജാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ഇനി ഇവിടെ പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ടാവുമോന്ന് അറിയില്ല. ഇപ്പൊ ഇത്രയും ദൂരം വന്നിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് തോന്നിയില്ല. കുറച്ചും കൂടി പോയിട്ട് പെട്രോൾ പമ്പ് കാണുമ്പോൾ അവിടെ കയറി കിടക്കാം എന്നാണ് ഇതുവരെയുള്ള പ്ലാൻ. ഏകദേശം 44 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി പത്തനെത്താൻ. 1 മണിക്കൂറാ കാണിക്കണേ. റോഡ് നല്ല റോഡാ, നല്ല സ്മൂത്ത് റോഡാ. പക്ഷെ പെട്രോൾ പമ്പ്സ് ഒന്നും ഉണ്ടാവുന്ന തോന്നുന്നില്ല. ശരിക്കും 2 സൈഡ്, നമ്മുടെ 2 സൈഡും പാടങ്ങളാണ്. ചെറിയ ചെറിയ കുട്ടി കുട്ടി വീടുകളുണ്ട്. കുറെ സ്ഥലത്ത് തീ ഇട്ടിട്ട് ആൾക്കാർ പുറത്തിരുന്ന് ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഇവിടെ പാടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പാടത്തിന് ചുറ്റും നമ്മൾ ഈ ഗാർഡനിലൊക്കെ വയ്ക്കുന്ന സോളാറിൻ്റെ ചെറിയ ചെറിയ ലൈറ്റുകളില്ലേ, പല കളറിൽ കത്തുന്നത്, അത് ഇട്ടേക്കാണ്. എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നത് എനിക്കറിയില്ല. ഈ കാണുന്ന നമ്മുടെ സിഗ്നലാട്ടോ. ഞാൻ പറയണ ബാക്കിയുള്ള ചെറിയ ചെറിയ കുത്തായിട്ടുള്ള ലൈറ്റ് ബ്ലൂ റെഡാണ്. നല്ല രസമുണ്ട്. ഗുജറാത്ത് ടൂറിസം ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് റാണിക്ക് വാവ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോലും മര്യാദയ്ക്ക് ബോർഡുകളോ അല്ലെങ്കിൽ ഇത് തന്നെയാണ് റോഡെന്ന് കാണിക്കുന്നൊരു ബോർഡ് പോലും ഇല്ലായിരുന്നു. മൊത്തം ഇരുട്ട്, ഫുൾ ഗ്രാമത്തിൽ കൂടെ. രാവിലെ വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ല എൻജോയ് ചെയ്ത് വരാൻ പറ്റുമായിരുന്നുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു തോന്നുന്നു. ഈ ഒരു ടൗൺ എത്തിയപ്പോഴാണ് നമുക്ക് ഇത്ര നേരം എൻ്റെ ഒരു ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ തോന്നി തുടങ്ങി. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഗ്ലാസ് കഴിക്കുക? ഞാൻ കഴിക്കില്ല. അവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് ഗ്ലാസ് കഴുകി തന്നു. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ
ഒന്നും വാങ്ങിയില്ല, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ കൊടുക്കാൻ നിന്നപ്പോ. വൃത്തിയായില്ലേ? അവിടെയൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നാട്ടിലത്തെ ലൈൻ കമ്പിയിലെ കാക്കകളൊക്കെ ഇല്ലേ കാണാം, അവിടുത്തെ ലൈൻ കമ്പിയിൽ നിറച്ച് പട്ടങ്ങളാ. കൊറേ സ്ഥലത്തായി ശ്രദ്ധിക്കുന്നു. നമ്മളൊരു പൂ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ പോകുന്നത്. രണ്ട് സൈഡിലും പൂവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൊറേ ആൾക്കാര് ജാക്കറ്റും തലയിലെ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആട്ടോ. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റാണി കി വാവിന്റെ അകത്ത് കയറി. എന്ത് രസമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. ഭയങ്കര അടിപൊളി ഗാർഡൻ ആണ്. നല്ല രസമായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വേസ്റ്റിന്റെ തരിവില്ല. നിറച്ച് പുല്ല് കറക്റ്റായിട്ട് വെട്ടി വെച്ചേക്കണു. ആൾക്കാരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, വെള്ളം നനയ്ക്കുന്നു. അപ്പോഴാണ് ഇത് വായിച്ചേ, ഇത് ഇന്ത്യയിലത്തെ ഏറ്റവും നന്നായി ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഒരെണ്ണമല്ല, ഏറ്റവും നന്നായി ചെയ്യുന്നതാണ് റാണി കി വാവിന്റെ സറൗണ്ടിങ്സ്. അതാണ് റോഡൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചേക്കണത് അല്ലേ. 1960, അതായത് കുറച്ച് നാൾ മുമ്പ് വരെ ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. 1960s ഇവർ കണ്ടുപിടിച്ച ഈ റാണി കി വാവ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് വെൽ ഇവിടെ ഉണ്ടെന്ന്. കാരണം അത് മൊത്തം ചെളിയിൽ, അടുത്ത് തന്നെ സരസ്വതി റിവർ ഉണ്ട്, അത് പണ്ട് ഫ്ലഡ് ചെയ്ത് അതിലത്തെ ചെളി ഇതിൽ വന്ന് അടിഞ്ഞ് അത് മൊത്തം മൂടിക്കിടക്കുമായിരുന്നു. അതിപ്പോഴാണ് അറിയണേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം. ചെറിയ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ നമുക്ക് അകത്ത് പോയി നോക്കാം. 11th സെഞ്ചുറിയിലാണ് റാണി കി വാവ് ഇവിടെ പണിയുന്നത്. ക്വീൻസിനൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. 7 ലെവൽസിലാണ് ഈ റാണി കി വാവ് ഉള്ളത്. ഇത് കൂടാതെ 500 വലിയ സ്കൾപ്ചേഴ്സും 1000 മിനിയേച്ചർ സ്കൾപ്ചേഴ്സും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഭയങ്കര രസാട്ടോ ഇത്. വിചാരിച്ചതിനേക്കാളൊക്കെ ഭയങ്കര വലുപ്പമാണ്. എന്ത് രസാന്നറിയോ ഇതിൻ്റെ നീട്ടം എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ആ അറ്റം വരെയുള്ള നീട്ടം 64 മീറ്റർ അല്ലേ, 60 മീറ്റർ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 24 മീറ്ററും പിന്നെ ഡെപ്ത് എന്ന് പറയുന്നത് 27 മീറ്ററുമാണ്. അത്രയും വലിയൊരു സംഭവമാണ് കേട്ടോ. ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനൊരു സ്ഥലം എത്രയോ കൊല്ലങ്ങൾ ഇതിൻ്റെ അടിയിൽ ഇതിൽ മണ്ണിൽ മൂടി കിടക്കായിരുന്നു. ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ മോണുമെൻറ്റ്സിൽ കാണുന്ന ഡിസൈൻസ് അല്ല, ഒരു മോഡേൺ ആൻഡ് ട്രഡീഷണൽ രീതിയൊക്കെ ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ള ഓരോ സ്കൾപ്ചേഴ്സും മിനിയേച്ചർ കൊത്തുപണികളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ പുതിയ 100 നോട്ടല്ലേ, 100 rupees നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഇമേജ് റാണി കി വാവിൻ്റെയാണ്.
എൻ്റെ ഈ പിന്നിൽ കാണുന്നത് പട്ടൂള സാരീസിൽ കാണുന്ന സെയിം ഡിസൈൻസാണ്. അപ്പോൾ ഓരോ ഡിസൈൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഒന്നിൽ നിന്ന് ഒന്ന് ഭയങ്കര വ്യത്യസ്തമാണ്. ഒരെണ്ണം ചെസ് ബോർഡ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, ഒരെണ്ണം താമരയുടെ ലീഫൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. അങ്ങനെ പല പല ഡിസൈൻസാണ്. എത്ര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്ന് പറയും ഇവിടുത്തെ ഇതിന് ഓരോ സ്കൾപ്ചേഴ്സിനും കൊടുത്തേക്കണേ. ഏകദേശം 500 വലിയ വലിയ ശില്പങ്ങളും അതിൻ്റെ കൂടെയുള്ള ഏകദേശം 1000 ശില്പങ്ങളുമാണ് ഇവിടെ കൊത്തി വെച്ചേക്കുന്നതാണ്. പക്ഷേ അത് ഒരിക്കലും ശരിയായിരിക്കില്ല. കാരണം ഇപ്പോൾ വെറുതെ ഒരു ചെറിയൊരു 2 മീറ്ററിൽ എണ്ണി കഴിഞ്ഞാൽ തന്നെ എങ്ങനെ പോയാലും ഒരു 20-30 എണ്ണം ഉണ്ട് ഒരു ചെറിയ സ്കൾപ്ചേഴ്സായിട്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ്. നഖങ്ങൾ, പൊക്കിൾ, അങ്ങനെ എത്ര കണ്ണിൻ്റെ ഈ പീലി, ഇതൊക്കെ ഭയങ്കര ക്ലിയറായിട്ട് കൊത്തി വെച്ചേക്കാണ്. അത് ഇത്രയും കൊല്ലം ചെളിയുടെ അടി കിടന്നിട്ടും അതിനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 11ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു റാണിക്ക് വാവ് പണി കഴിപ്പിക്കുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് അതിൻ്റെ കമ്മീഷൻ ചെയ്യുന്നത് 11ാം നൂറ്റാണ്ടിലാണ്. ഏകദേശം 20 വർഷം എടുത്തു എന്നാണ് എഴുതി കണ്ടേ ഇത് പണിത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനടുത്താണ് സരസ്വതി റിവർ. സരസ്വതി റിവറിന് ഉള്ള ചെളിയും മണ്ണും സിൽറ്റൊക്കെ വന്നിട്ടാണ് ഇത് മൂടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ അതാണ് ഏറ്റവും എന്താ പറയുക ഒരു ക്യാച്ചിയായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം എത്രയോ കൊല്ലം ഇങ്ങനൊരു സംഭവം ഇവിടെ കിടന്നിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനൊരു അതിന്റെ ഒരു ചെറിയ ഭാഗം, പില്ലേഴ്സ് അല്ല, ആ കാണുന്ന വെല്ലില്ലേ, ആ വെല്ലിൻ്റെ മുകൾ ഭാഗം മാത്രമേ കാണണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷേഴ്സിനും ഇതിനെക്കുറിച്ചൊരു ക്ലൂ ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അവർ 2 ആൾക്കാരെ പറഞ്ഞു വിട്ടു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അവർ വന്നിട്ട് നോക്കിയപ്പോഴും ഇങ്ങനൊരു വെല്ല് മാത്രമേ ഉള്ളൂ. എത്ര 40 മീറ്റർ താഴ്ചയിൽ വെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തവർ പോയി. പിന്നെ 1960കളിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഇത് എക്സ്കവേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ എടുത്തെടുത്ത് മണ്ണ് കളഞ്ഞ് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു സ്റ്റെപ്പിൽ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. ഞങ്ങളിപ്പോൾ മെയിൻ വെല്ലിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണം. അവിടെ നിന്ന് കയറി വന്നിട്ടേ കിതയ്ക്കുക. ഈ വെല്ലിൻ്റെ അങ്ങോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പില്ലേഴ്സൊക്കെ കുറേ നാൾക്ക് മുന്നേ പണിതല്ല, അപ്പോൾ അതിൻ്റെ ബലം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബലം കുറഞ്ഞേക്കാണ്. പിന്നെ ഇതിൽ ചില പില്ലേഴ്സൊക്കെ പണ്ട് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ് കടന്നിരുന്നതാണ്. അപ്പോൾ അവരതൊക്കെ എടുത്ത് അതിൻ്റെ പൊസിഷനിലേക്ക് തിരിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് കടത്തി വിടണില്ല. ഞങ്ങളിപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആള് അതിൻ്റെ അകത്ത് പോയി എടുത്തൊരു ഫോട്ടോ കാണിച്ചു തന്നു. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനേക്കാളും മാരകമാണ്. അതെ, ഒരു മറ്റേ അനന്തശയനല്ലേ നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭൻ്റെ പോലത്തെ ഒരു രൂപമുണ്ട്, കിടക്കുന്ന ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ചേച്ചി ഫോണിൽ സംസാരിക്കും. ഞാൻ വിചാരിച്ചു എന്നോട് എന്താ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ആ കിണറിൻ്റെ ഉള്ളിൽ നിറച്ച് കൊത്തുപണിയാണ്, നിറച്ച്. ഈ മോണുമെന്റിന്റെ ചുറ്റും ഇവരിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ചിലപ്പോൾ ചോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. റാണി കി വാവൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിവിടെ കുറച്ചേരം ഇവിടെ ഗാർഡനിലൊക്കെ ഇരുന്നു, കുറച്ചേരം സംസാരിച്ചങ്ങനെ. നല്ല തണലാണ്, നിറച്ച് മരങ്ങളാണ്, കിളികളാണ്, നല്ല സൗണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ശാന്തതയൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കുകയാണ്. ഇനി നേരെ രാജസ്ഥാനിലേക്ക് കയറുകയാണ് അല്ലേ? അതെ, രാജസ്ഥാനിൽ എവിടെയാന്നുള്ളത് നിങ്ങൾ അടുത്ത വ്ളോഗിൽ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് താഴെയുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.